തൂക്കുപാലത്തിലാണ്. ഇത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ ഈ പാലത്തിനകത്തേക്ക് കയറാനായിട്ട് പോയപ്പോൾ വലത് സൈഡിലായിട്ടൊരു ബോർഡ് വെച്ചിരിക്കുന്നത്, ഒരു ബ്ലൂ കളർ ബോർഡ്. പുരാവസ്തു വകുപ്പ് സംരക്ഷണ സ്മാരകം കൊല്ലം ജില്ല എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 1990 പുരാവസ്തു വകുപ്പ് പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും 2026 വരെയും പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പാലം ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ തൂക്കുപാലം എന്നറിയപ്പെടുന്നതും ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുനലൂർ തൂക്കുപാലമാണ്. തമിഴ്നാടുമായുള്ള വാണിജ്യ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അന്ന് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചത്. ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തൂക്കുപാലം നിർമ്മിക്കുന്നതിനായി ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറിയെ ചുമതലപ്പെടുത്തി. കല്ലടയാറിന് കുറുകെ 1871 തൂക്കുപാലത്തിൻ്റെ പണികൾ തുടങ്ങുകയും 1877 പണികൾ പൂർണ്ണമായി പൂർത്തീകരിക്കുകയും ചെയ്തു. 1880 ഇത് പൊതുജന ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. 1871 ഈ പാലത്തിൻ്റെ പണികൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്ത് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? കാരണം അന്ന് റെയിൽവേ ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് വാഹനങ്ങളൊക്കെ ഉള്ളത്, അന്നൊന്നും വാഹനങ്ങളില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രയും ഹെവി വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ പാലത്തിൻ്റെ പണികളൊക്കെ ചെയ്തിരുന്നത്? പാലത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഇരുമ്പ്, ഉരുക്ക് സാധനങ്ങൾ ഇവർ സ്കോട്ട്ലൻഡിൽ നിന്നാണ് ഇവർ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇത് കപ്പൽ മാർഗം കൊല്ലത്തെത്തിക്കും. കൊല്ലം അവിടെ നിന്നും തങ്കശ്ശേരിയിൽ കൊണ്ടുവന്ന ശേഷം ആന വണ്ടികളിലാണ് ഇത് പുനലൂർ എത്തിച്ചിരുന്നത്. അപ്പോൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. പുനലൂർ വരുന്നവരൊക്കെ അല്ലെങ്കിൽ പുനലൂർ വഴി എങ്ങോട്ടെങ്കിലും പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പുനലൂർ ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ പഴമയൊക്കെ വിളിച്ചു പോകുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ ഒരു പാലം നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ സാധിക്കും. ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തത്. 1970 പുതിയ പാലം വന്നു. ഇതിനോട് ചേർന്ന് തന്നെ പുതിയ പാലം. അതുകൊണ്ട് തന്നെ ഈ തൂക്കുപാലത്തിൽ കൂടെയുള്ള ഗതാഗതമൊക്കെ അങ്ങ് നിലച്ചു. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടെ വണ്ടി കയറാത്ത വിധത്തിലായിട്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ തൂക്കുപാലം അങ്ങേരുന്ന് ഇങ്ങേറ്റം വരെ പോയി കാണാം. ഒരു 4 കിണറുകൾ ഈ പാലത്തിൻ്റെ 2 സൈഡിലായിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതാണ് പറയുന്നത്. താജ്മഹൽ നിർമ്മിച്ചപ്പോൾ ആൾക്കാരുടെ ഇനി അതുപോലെ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവെട്ടിക്കളഞ്ഞു. അപ്പം അതുപോലാണ് ഇവിടെയും ചെയ്തത്. കാരണം ഇവിടുത്തെ ഇനിയൊരു തൂക്കുപാലം നിർമ്മിക്കരുതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തരുതെന്നോ ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കിണറുകൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതുമല്ലെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ചങ്ങലകളൊക്കെ ഉണ്ടല്ലോ, നല്ല ബലമുള്ള ചങ്ങലകളാണ്. അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ ഈ ചങ്ങലകൾ അതിനെ പിടിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ 4 സൈഡിലുള്ള 4 കിണറുകളാണ്. ശരിയായ ആൻസർ അറിയുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾക്കിവിടെ പുല്ലൂർ വഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് പോകാനായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് കൂടിയാണിത്.